പാവപ്പെട്ട മനുഷ്യരുടെ രക്തം കൊണ്ട് തൊടുത്ത മണ്ണാണ് പാലസ്തീനിന്റെ മണ്ണ്. അവിടെ പെയ്ത മഴയേക്കാൾ കൂടുതൽ ആ മണ്ണ് തുടുത്തത് അവിടെ ഇറ്റി വീണ ചോര കൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്രമാൽ ദുരിതപൂർണമായ ഒരു ജീവിതത്തിലൂടെയാണ് പാലസ്തീനിലെ മക്കൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ മക്കളിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ അതിന്റെ രോദനയും വേദനയുടെയും വ്യാപ്തി കൃത്യമായി നമുക്ക് മനസ്സിലാകും. നമ്മുടെ ഉള്ളിൽ അതിന്റെ വേവലാതി ഉണ്ടാകും. ആ വേവലാതിയിൽ നിന്ന് കേരളത്തിലെ ഈലമ്മ ടീച്ചർ എന്ന് പറയുന്ന ടീച്ചർ അതിനെതിരെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു, കേരളത്തിന്റെ മലയാളത്തിന്റെ മണ്ണിലേക്ക് പോലും മാനവിക വിരുദ്ധമായ സന്ദേശങ്ങളുടെ പ്രതിച്ഛായകൾ കടന്നു വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ് ലീലമ്മ ടീച്ചർ ചെയ്തത്? 89ാമത് പിറന്നാൾ ദിനം ആഘോഷിക്കുമ്പോ ആ പിറന്നാൾ ദിനത്തിൽ ഞാൻ ആഘോഷത്തിന്റെ ഭാഗമാകില്ലെന്ന് അവർ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ ടീച്ചർ ഭാഗമാകാത്തത്? പാലസ്തീനിലെ പിഞ്ചുമക്കളുടെ വയറൊട്ടിയിട്ടുണ്ട്, അവർ വിശന്ന് കരയുന്നുണ്ട്, അവർക്കൊരു നേരം കുടിക്കാനുള്ള വെള്ളം പോലും ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ജന്മദിനം ആഘോഷിക്കുക എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ നോക്കണം, 89 വയസ്സെന്ന് പറയുന്നത് അവരുടെ മറവി പോലും മരിച്ചു പോകുന്ന കാലമാണ്. അവരുടെ ഉണർവിന് മരണം സംഭവിക്കുന്ന ഒരു കാലമാണ്. ആ കാലത്ത് പോലും മാനുഷികത വാങ്ങിച്ചിട്ടില്ലാത്ത മനുഷ്യത്വം നിലനിൽക്കുന്ന ഒരു ടീച്ചർ മലയാളത്തിന്റെ അഭിമാനമാണ്. ഈ സവിശേഷമായ സംഗമത്തിൽ ടീച്ചർ അഭിവാദ്യം ചെയ്യാൻ വേണ്ടി ഞാൻ ഈ സമയത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. അങ്ങനെ മാനുഷിക മൂല്യമുള്ള മനുഷ്യത്വമുള്ള പലരും ഇതിനോട് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഐക്യദാർഢ്യങ്ങൾ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കും ഐക്യദാർഢ്യങ്ങൾ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. പല അർത്ഥത്തിലും നമുക്കത് ചെയ്യേണ്ടി വരും, വ്യക്തിപരമായി നിലപാട് സ്വീകരിക്കേണ്ടി വരും. ഐക്യദാർഢ്യം എന്ന് പറയുന്നത് ഒരു പോരാട്ടമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾക്ക് സഹായതയുണ്ട്, നമ്മുടെ മുമ്പിൽ അരക്ഷിതാവസ്ഥയുണ്ട്. അതുകൊണ്ട് നമുക്ക് സാധ്യമാകുന്നത് ഏതൊക്കെ രീതിയിലാണോ ഈ ഗസ മുനമ്പിലെ പാവപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് ഇടപെടാൻ കഴിയുന്നത്. ഒരു കൈ ഉയർത്തിയുള്ള പ്രാർത്ഥനയാണെങ്കിൽ ആ പ്രാർത്ഥന കൊണ്ടെങ്കിലും ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള ആ ഹൃദയം പൊട്ടിയ ശബ്ദം കൊണ്ടെങ്കിലും നമുക്ക് പാലസ്തീനിലെ മക്കളോട് ഐക്യപ്പെടേണ്ടതുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അവിടുത്തെ ജീവിതം എന്ന് പറയുന്നത് സഹനത്തിന്റെ സർഗാത്മകമായ സൗന്ദര്യത്തിന്റെ ആവിഷ്കാരത്തിലൂടെയാണ് ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചു പോന്നിട്ടുള്ളത്. എത്രയെത്ര ത്യാഗങ്ങളാണ്, എത്രയെത്ര പട്ടിണികളാണ്, എത്രയെത്ര ദുരിതങ്ങളാണ്, എത്രയെത്ര ദുരന്തങ്ങളാണ്. സ്വന്തമെന്ന് താലോലിച്ച് ജീവിതത്തിന്റെ കൂടെ പോറ്റി വളർത്തിയവർ പോലും ആക്ഷേപിക്കുന്ന സന്ദർഭങ്ങളിൽ കഴുത്തിൽ കുടൽമാലയിട്ട പ്രതിസന്ധികൾ അങ്ങനെയെല്ലാം കൂടെ ആ ജീവിതത്തിൽ അനുഭവിച്ചു തീർന്നിട്ടുണ്ട്.